റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ലാബിലൂടെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ലാറ്ററൽ ഷിഫ്റ്റിനെ കുറിച്ചാണ്. ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നു, ഗ്ലാസ്സിൽ നിന്നും എഗെയിൻ എയറിലേക്ക്. റിഫ്രാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഡോട്ടഡ് ലൈൻസ് പോലെയായിരിക്കും ലൈറ്റ് റേയുടെ പാത്ത്. ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് റേ ട്രാവൽസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇപ്പോൾ രണ്ട് ഇൻ്റർഫേസിലും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിൽ ലാറ്ററൽ ഷിഫ്റ്റും നമുക്ക് കാണാൻ സാധിക്കും. For a rectangular slab, refraction takes place at two interfaces, air glass and glass air. When a light ray enters a glass slab, it undergoes lateral shift with respect to the incident ray. The perpendicular distance between incident ray and the emergent ray when the light ray is incident obliquely on a parallel-sided refracting slab is called lateral shift. റിഫ്രാക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് ഈസ് അപ്പാരൻറ്റ് ഡെപ്ത്. ഇഫ് ആൻ ഓബ്ജക്റ്റ് ഇൻ എ ഡെൻസർ മീഡിയം ഈസ് വ്യൂഡ് ഫ്രം എ റെയറർ മീഡിയം, ദ ഇമേജ് അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് ടുവേർഡ്സ് ദ സർഫസ്. ഡെൻസർ മീഡിയത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ റെയറർ മീഡിയത്തിൽ ഇരുന്നാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ, വ്യൂ ചെയ്യുന്നതെങ്കിൽ, ആ ഇമേജ് സാധാരണ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും ആക്ച്വൽ പൊസിഷൻ O ആണ്. പക്ഷേ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ ഓബ്ജക്റ്റ് O' എന്ന പൊസിഷനിൽ, അതായത് അതിൻ്റെ ഇമേജാണ് നമ്മൾ കാണുക. രണ്ട് സിറ്റുവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിലും A, B എന്നിങ്ങനെ രണ്ട് കേസസിൽ. അപ്പോൾ നമ്മൾ റിയൽ ഡെപ്ത്, അപ്പാരൻ്റ് ഡെപ്ത്, നമുക്ക് തോന്നുന്ന ആ ഹൈറ്റിനെ അപ്പാരൻ്റ് ഡെപ്ത് എന്നും ആക്ച്വൽ ഹൈറ്റിനെ നമ്മൾ റിയൽ ഡെപ്ത് എന്നും പറയുന്നു. ദ ബോട്ടം ഓഫ് എ ടാങ്ക് ഫിൽഡ് വിത്ത് വാട്ടർ അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. നമ്മൾ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ സിറ്റുവേഷൻ. For viewing near the normal direction, apparent depth is equal to real depth by refractive index. ഇതാണ് അപ്പാരൻ്റ് ഡെപ്തും റിയൽ ഡെപ്തും തമ്മിലുള്ള റിലേഷൻ. നെക്സ്റ്റ്, അപ്പാരൻ്റ് പൊസിഷൻ ഓഫ് സൺ. സണ്ണിൻ്റെ കേസിലും ഇങ്ങനെയൊരു അപ്പാരൻ്റ് പൊസിഷൻ, ഒരു തോന്നൽ നമുക്കുണ്ടാവാറുണ്ട്. ഇതും റിഫ്രാക്ഷൻ തന്നെയാണ് കാരണം. ദ സൺ ഈസ് വിസിബിൾ എ ലിറ്റിൽ ബിഫോർ ദ ആക്ച്വൽ സൺറൈസ് ആൻഡ് അണ്ടിൽ എ ലിറ്റിൽ ആഫ്റ്റർ ദി ആക്ച്വൽ സൺസെറ്റ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. ആക്ച്വൽ സൺറൈസിന് മുമ്പും ആക്ച്വൽ സൺസെറ്റിന് ശേഷവും വളരെ കുറച്ച് സമയം കൂടെ സണ്ണിനെ നമുക്ക് കാണാൻ സാധിക്കും. സൺ ഈസ് വിസിബിൾ എന്നാണ് പറയുന്നത്. നമുക്കത് പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടില്ല. കറക്റ്റ് ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. ഇത് ഈസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സൺസെറ്റ് ആൻഡ് ആക്ച്വൽ അപ്പാരൻറ്റ് സൺസെറ്റ് ഈസ് എബൌട്ട് 2 minutes. 2 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് ആക്ച്വൽ സൺസെറ്റും അപ്പാരൻ്റ് സൺസെറ്റും തമ്മിൽ. സോ ഇതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഒബ്സർവർ, ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് ഒരു ഒബ്സർവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പാരൻ്റ് പൊസിഷനും ആക്ച്വൽ പൊസിഷനും സണ്ണിൻ്റെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിഫ്രാക്ഷൻ കാരണം സണ്ണ് കുറച്ചുകൂടെ മുകളിലേക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 2 മിനിറ്റിൻ്റെ ഡിഫറൻസിൽ സൺ ഈസ് വിസിബിൾ. This is due to refraction. As we go up
the density of air in the atmosphere continuously decreases, and thus the light coming from the sun undergoes refraction. Thus, we see the sun at an apparent position raised above the horizon. This is the reason for early sunrise and delayed sunset. ഇതാണ് റിഫ്രാക്ഷന് കാരണമായി പറയുന്നത്. അങ്ങനെ ഏർലി സൺറൈസും ഡിലേഡ് സൺസെറ്റും ഉണ്ടാകും. നെക്സ്റ്റ് ഈസ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. Twinkling of stars is due to refraction of light. The light rays coming from the sun undergo refraction, and hence the star is viewed at the apparent position. ഇവിടെയും ഈ apparent position തന്നെയാണ് പ്രധാന കാരണം. As the density of air in the atmosphere continuously changes, the apparent position also changes continuously. Thus the star appears to be twinkling. അപ്പോൾ ഡെൻസിറ്റിക്ക് ചേഞ്ച് വരുന്നത് കൊണ്ട് രണ്ട് തരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ലൈറ്റ് റേയുടെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് നമ്മൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ആ റിഫ്രാക്ഷൻ മൂലം സ്റ്റാർ അപ്പിയേഴ്സ് ടു ബി ട്വിങ്ക്ലിംഗ്. ദെൻ നെക്സ്റ്റ് ഈസ് total internal reflection, TIR. Very important point. When the light travels from denser medium to a rarer medium. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ഇറ്റ് ഗെറ്റ്സ് ടോട്ടലി റിഫ്ലക്റ്റഡ് ഇൻ ടു ദ സെയിം മീഡിയം. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നമുക്കിവിടെ ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. സോ ആ കേസിൽ ലൈറ്റ് റേയുടെ പാത്ത് 3 രീതിയിൽ നമ്മൾ കാണാൻ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നുണ്ട്. സെക്കൻഡ് കേസിൽ പാർഷ്യലി റിഫ്ലക്റ്റഡ്. വേറൊന്ന് മൂന്നാമത്തെ കേസിൽ ഗ്രേസസ് എലോങ് ദ സർഫസ്. 4 കേസാണ് നമുക്ക് റെഡിലി കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ കേസിൽ ഗ്രേസസ് എലോങ് ദ സർഫസാണ്. അതുകൊണ്ട് അതിൻ്റെ പാത്ത് പുറത്തേക്കോ അകത്തേക്കോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. നാലാമത്തെ കേസിൽ ആ റേ ഡെൻസർ മീഡിയത്തിനകത്തേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. 2 കേസിൽ റിഫ്രാക്ഷൻ നടന്നു. മൂന്നാമത്തെ കേസിൽ ഗ്രേസസ് എലോങ് ദ സർഫസ് എന്ന് പറയും, ബ്ലാക്ക് കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ കേസിൽ ടോട്ടലി റിഫ്ലക്റ്റഡ് ഇൻസൈഡ് ദ സർഫസ്, ഡെൻസർ മീഡിയം തന്നെ. ഈ ഫിനോമിനാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൻ ദ ലൈറ്റ് ട്രാവൽസ് ഫ്രം an optically denser medium to a rarer medium, at the interface it is partly reflected back into the same medium and partly refracted to the second medium. ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്, മറ്റൊരു ഭാഗമാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ദിസ് റിഫ്ലക്ഷൻ ഈസ് കോൾഡ് internal reflection. അത് internal reflection ആണ്. When the ray of light enters from a denser medium to a rarer medium, it bends away from the normal. എപ്പോഴും നോർമലിൽ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കുന്നത്. ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ അത് റിഫ്രാക്ഷൻ്റെ വേറൊരു പ്രത്യേകതയാണ്. When a light ray enters from a denser medium to a rarer medium, the light ray bends away from the normal. ഇതിൻ്റെ റിവേഴ്സ് കണ്ടീഷനുണ്ട്. when a light ray enters from a rarer medium to a denser medium ആണെങ്കിൽ it bends towards the normal എന്നൊരു ലോ കൂടിയുണ്ട്. ഇതൊക്കെ നമ്മൾ 8th പഠിച്ചതാണ്. ഇവിടെ ഈ സിറ്റുവേഷനിൽ ആസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ഓരോ കേസിലും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്.
the angle of refraction also increases. For a particular angle of incidence, the angle of refraction becomes 90 degree. ഒരു particular angle of incidenceലാണ് angle of refraction 90 ആയിട്ട് വരുന്നത്. If the angle of incidence is further increased, the ray gets totally reflected into the same medium. 90 എന്നുള്ള കണ്ടീഷൻ കഴിഞ്ഞിട്ട് പിന്നത്തെ കേസിലാണ് ടോട്ടലി റിഫ്ലക്റ്റഡ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആയിട്ട് വരുന്ന കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേസസ് എലോങ് ദ സർഫസ്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന സിറ്റുവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നത്. ഇനി ഇതിന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ലൈറ്റ് റേ ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. ഡെൻസറിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്താൽ മാത്രമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ദെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ. നൗ വാട്ട് ഈസ് മെൻ ബൈ ക്രിറ്റിക്കൽ ആംഗിൾ? നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ ക്രിറ്റിക്കൽ ആംഗിൾ എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെയാണ് ഇൻ ദ ഡെൻസർ മീഡിയം ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിട്ട് വരുന്ന കേസിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിനെ എക്സീഡ് ചെയ്യുന്ന കേസിലാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. Refractive indices and critical angle of some substances are given in the table below. Now, the relation connecting refractive index and critical angle. ഇവിടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണ്. By Snell's law, sin I by sin R is equal to n1 by n2. Here the ray goes from denser to rarer medium. That is, I is equal to IC, R is equal to 90 degree. നമ്മൾ നേരത്തെ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചതാണ്. Therefore, sin IC by sin 90 is equal to n1 by n2. Therefore, sin IC is equal to n1 by n2, or 1 by sin IC is equal to n2 by n1. If we take the rarer medium as air, n1 is equal to 1 and n2 is equal to n. Therefore, n is equal to 1 by sin IC. This is the relation connecting refractive index and critical angle.